ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ മാങ്ങഞ്ചിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സാധനം ഉണ്ടാക്കുന്ന അച്ചാറ്. അപ്പോൾ ഞാൻ ഇന്ന് ഊർക്കാപ്പുളി അച്ചാറാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഊർക്കാപ്പുളി ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഊർക്കാപ്പുളിയും മാങ്ങഞ്ചിയുമാണ് ഇതാ അച്ചാറിടുന്നത്, കണ്ടോ. ഇനി നമ്മളിതാ മാങ്ങഞ്ചി ഇതാ നമുക്ക് ഈ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ആക്കി കൊടുക്കട്ടോ. ഗൈസ്, അങ്ങനെ അറിയുന്ന പോലെ നമുക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോപ്പറിൽ യൂസ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ കിട്ടും. അതുകൊണ്ട് കത്തി ഒന്നായിട്ട് അരിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇനി നമ്മളിതാ വെളുത്തുള്ളി ഇതാ ചോപ്പർക്ക് ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് ഇതാക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഇതാ കുറച്ച് ഈത്തപ്പഴം എടുക്കുന്നുണ്ട്, അതുപോലെ ഇതാ കറിവേപ്പിലയുണ്ട്, പിന്നെ നമ്മളിതാ വെളുത്തുള്ളിയും മാങ്ങഞ്ചിയും ചോപ്പ് ചെയ്തത്, പിന്നെ ഇതാ സുർക്കയുണ്ട്. ഇപ്പം അച്ചാർക്കുള്ള ഇൻഗ്രീഡിയൻസ് അയക്കണം, ഇനി കുറച്ചും കൂടി വേണം. ഇന്ന് നമുക്കിന്ന് അച്ചാറിൻ്റെ പരിപാടിക്ക് പോവാം. അപ്പോൾ അതാ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിതാ എല്ലാം നമ്മൾ ഒഴിക്കണത് കേട്ടോ. നമുക്ക് ഇത് കൊടുത്തേക്കാനുള്ളതാണ് ദുബായിക്ക്, അതുകൊണ്ട് നമ്മൾ എള്ളെണ്ണ കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മളിതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉമ്മ ഇതാ ഉലുവ ഇടുന്നുണ്ട്, പിന്നെ ഇതമ്മ കടുക് ഇടുന്നുണ്ട്. ഉലുവ ഇട്ട് ഇനി ഉമ്മ ഇതാ കടുക് ഇടാണ്. ഇതൊന്ന് പൊട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ കറിവേപ്പിലിട്ടു, അതേപോലെ മാങ്ങഞ്ചും വെളുത്തുള്ളി ഇട്ടു. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഊർക്കാപ്പുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ എന്താ സിമ്മിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് അച്ചാറും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. നമുക്ക് ഇതിലോട്ട് ഇതാ ഊർക്കാപ്പുളി ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഊർക്കാപ്പുളിയൊക്കെ ഒന്ന് വാടട്ടെ, എന്നിട്ട് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ നല്ല വാട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈത്തപ്പഴം ഇതാ ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സ്റ്റവിൽ ഇതാ നമ്മൾ വെള്ളം നല്ല തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ അച്ചാറിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നേരിട്ടിട്ട് ആരും ഈ പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പുളിയുള്ള കാരണം നമുക്ക് തുള്ളി സുർക്ക ഒഴിച്ചാൽ മതി കേട്ടോ, കേടരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതാ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം വേവോളം ഇതിങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ അച്ചാർക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ചാറിലോട്ട് ഇത് സുർക്ക ഒഴിക്കണം. നമ്മൾ ഇത്തിരി ഒഴിക്കുന്നുള്ളൂ, ഊർക്കാപ്പുളി പുളി ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ പിന്നീട് അതുവരെയും ബൈ.